കോൺഗ്രസ് പാർട്ടിയുടെ പതനം ഏകദേശം ഉറപ്പായി എന്നത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചിയിൽ നിന്നും ജീവനം കൊണ്ട് കുറെ അധികം നേതാക്കൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ചുപേർ ഇന്നും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം മനോനിലയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഓരോ പ്രവർത്തനങ്ങളും. എങ്ങനെയും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം അവർ ആകെ വിറകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മേൽക്കോയ്മ കൂടുതലുള്ളത് BJPക്ക് തന്നെയാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകുന്നില്ല. ജൂൺ 4 സ്വന്തം എക്സിറ്റ് ഉറപ്പായ ആൾ വളച്ചൊടിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ നിന്നുള്ള കണക്കാണ് തങ്ങളുടേതെന്നും ഇതനുസരിച്ച് 295 സീറ്റിന് മുകളിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നും AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും അവകാശപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന് 4 സീറ്റ് ലഭിക്കുമെന്നും അരവിന്ദ് കെജ്രിവാളും, UPയിൽ 40 സീറ്റുകൾ ലഭിക്കുമെന്ന് അഖിലേഷ് യാദവും, തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും ലഭിക്കുമെന്ന് TR ബാലുവും, പഞ്ചാബ് ഛത്തീസ്ഗഡിൽ 16 സീറ്റും കോൺഗ്രസും ആപ്പും പങ്കുവയ്ക്കുമെന്നും ഭഗവത് മാനും, ബീഹാറിൽ 20 സീറ്റ് ലഭിക്കുമെന്ന് തേജസ്വി യാദവും, മഹാരാഷ്ട്രയിൽ 26 സീറ്റുകൾ ലഭിക്കുമെന്ന് ശരത് പവാറും, ബംഗാളിൽ 30 വരെ സീറ്റ് ലഭിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട്. സ്വന്തം സർവേയിൽ വിശ്വസിച്ചാണ് ഇന്ത്യ സഖ്യം ഈ അവകാശവാദങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതേസമയം വോട്ടെണ്ണലിന്റെ ക്രമക്കേടുകൾ ഉണ്ടാകുമെന്ന ആശങ്കയും ഇന്ത്യ സഖ്യത്തെ BJP പിളർത്തുമെന്ന ഭീതിയും AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് സഖ്യ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, പഴയ ബാലറ്റ് ബോക്സിനെ, വോട്ടെണ്ണൽ യന്ത്രത്തെ, എക്സിറ്റ് പോളുകൾ നടത്തിയ ഏജൻസികളെ ഒന്നും തന്നെ കോൺഗ്രസിന് വിശ്വാസമില്ല. ഇന്ത്യയിലെ ജനങ്ങളെയും വിശ്വാസമില്ല. കോൺഗ്രസും ഇന്ത്യ സഖ്യവും എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ദുർഗതിയിലേക്കാണ്. ഇതിനേക്കാൾ ഒക്കെ ഉപരിയായി കോൺഗ്രസിന് പ്രധാനമായും ഇല്ലാത്തത് ആത്മവിശ്വാസം തന്നെയാണ്. അത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. BJPക്ക് വേണ്ടുവോളം ഉള്ളതും അത് തന്നെയാണ്. ജനങ്ങളിലും തങ്ങളിൽ തന്നെയുമുള്ള വിശ്വാസമാണ് BJPയുടെ ഇതുവരെയുള്ള വിജയങ്ങളുടെ എല്ലാം അടിത്തറ. ജനങ്ങൾ തങ്ങളെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഊന്നിയാണ് ഇപ്പോഴും BJP ഓരോ നീക്കവും നടത്തുന്നതും. ആ വിശ്വാസത്തിന്റെ പ്രതിഫലമാണ് 13ഓളം ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലായി ഇതിനകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെയെല്ലാം തള്ളിക്കൊണ്ട് തങ്ങൾ നടത്തിയ സർവേകൾ മാത്രം വിശ്വാസമർപ്പിച്ച് നാളേക്ക് കാത്തിരിക്കുകയാണ് ഇന്റർനാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും. അത് വെറും കാത്തിരിപ്പായി മാത്രമായി അവസാനിക്കും എന്നതാണ് ഒരു നഗ്നമായ സത്യവും.